ഹലോ, ഇന്ന് നമുക്ക് ക്യാമ്പ് ഡ്യൂട്ടിക്ക് പോയാലോ? ഞാൻ എയിംസ് കല്യാണിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും ആംബുലൻസ് റെഡി ആയിരുന്നു, ലോഡിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഒന്ന് സൈനൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള വണ്ടിയും റെഡിയായി. പിന്നെ എല്ലാവരും കൂടി വണ്ടിയിൽ കയറി ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലേക്ക് പുറപ്പെട്ടു. നമുക്ക് ഓരോ ക്ലബ്ബുകൾ, ഓഫീസുകളിലൊക്കെയാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉണ്ടാവുക. മാക്സിമം ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യുക, പിന്നെ അത് കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുക. എയിംസ് ആണ്, അപ്പോൾ ഒരുപാട് സർജറീസും ബ്ലഡ് എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമ്പ് കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡ് എല്ലാം കളക്ട് ചെയ്യണത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്ലബിൻ്റെ ഇതിലായിരുന്നു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനത്തിൻ്റെ വാരാഘോഷത്തോടനുബന്ധിച്ചാണ് ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരുപാട് പരിപാടികൾ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ടായിരുന്നു. മ്യൂസിക് ഷോ, നൈറ്റൊക്കെ. അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേജൊക്കെ കാലിയായിരുന്നു. മേളയായിട്ടാണ് ഉണ്ടായിരുന്നത്. നൈറ്റ് അവിടെ നല്ല തിരക്കായിരിക്കും, പകലാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ആംബുലൻസും ഒപ്പം എത്തി. പിന്നെ നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം ഇറക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഹോളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ ബ്ലഡ് ഡൊണേഷൻ്റെ ഡോണർ കൗച്ച് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും അവർ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിനിടയ്ക്ക് അവിടെ എല്ലാവരും ക്ലബിലുള്ള ആൾക്കാരെല്ലാം സഹായിച്ചിട്ട് ഞങ്ങൾ നമ്മുടെ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. പിന്നെ അവർ നമുക്കൊരു ചായ കൊണ്ടുതന്നു. ഈ വിൻ്ററിൽ ഇടയ്ക്കിടയ്ക്ക് ചായ ഇല്ലാതെ നമുക്ക് പറ്റില്ല. ഒന്നാമത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം. പിന്നെ നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് പേര് വന്നായിരുന്നു ക്ലബിൻ്റെ ഭാഗമായിട്ട്. പിന്നെ സ്വാമി വിവേകാനന്ദനോടുള്ള റെസ്പെക്റ്റ്, അങ്ങനെയൊക്കെ ആയിട്ട് ബ്ലഡ് ഡൊണേഷൻ ഒരുപാട് ആൾക്കാർ വന്നായിരുന്നു. ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ അത്യാവശ്യം സാമ്പിളെല്ലാം എടുത്ത് കളക്ട് ചെയ്തിട്ട് പോകും. നമ്മൾ നമ്മുടെ പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടാണ് സാമ്പിൾ കളക്ട് ചെയ്യണത്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിപ്പയൊക്കെ ജസ്റ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളും ശ്രദ്ധിച്ചിരിക്കണം. ഗ്ലൗസും മാസ്കൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സാമ്പിൾ കളക്ഷൻ എല്ലാം പോയത്. സാമ്പിളെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ ബ്ലഡിൻ്റെ ബാഗ് സീൽ ചെയ്ത് പാക്ക് ചെയ്ത് സേഫാക്കി വെക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കൊണ്ടുവരണമല്ലോ, ലാബിൽ കൊണ്ടുവന്നിട്ടാണ് പിന്നെ കമ്പോണൻറ്റ് സെപ്പറേഷൻ എല്ലാം ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഒരിക്കൽ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ലാബിൽ എങ്ങനെയാണ് കമ്പോണൻറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിലാണ് വർക്ക് ചെയ്യണത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറേണ്ടിയും വരും. അപ്പോൾ ഉള്ള സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ക്യാമ്പ് ഡ്യൂട്ടിക്ക് പോകാൻ ഇഷ്ടമാണ്. നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം, പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, യാത്ര, നല്ല സ്ഥലങ്ങൾ കാണാം. ഞാൻ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ, ബംഗാളിലെ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്യാമ്പ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്നു. ഹാപ്പി ലൈഫ്.